സാംസ്കാരിക വിനിമയത്തിന്റെ ജാലകം തുറന്ന ഇന്ത്യ ദക്ഷിണ കൊറിയ ആർട്ട് എക്സ്ചേഞ്ച് പദ്ധതി ശ്രദ്ധേയമാകുന്നു. പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെയും ദക്ഷിണ കൊറിയയിലെയും കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുള്ള പ്രത്യേക ശില്പശാല തൃശൂർ മാളയിൽ അരങ്ങേറി. KKLM ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ട പരിപാടികളാണ് ആർട്ട് എക്സ്ചേഞ്ച് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാസൃഷ്ടികൾ പരസ്പരം വിനിമയം ചെയ്യപ്പെടുക എന്ന ലക്ഷ്യം വെച്ചാണ് KKLM ഫൗണ്ടേഷൻ ആർട്ട് എക്സ്ചേഞ്ച് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെയും ദക്ഷിണ കൊറിയയിലെയും കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുള്ള പ്രത്യേക ശില്പശാല തൃശൂർ മാള GB ഫാമിൽ അരങ്ങേറി. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള 10 വീതം കലാകാരന്മാർ ശില്പശാലയുടെ ഭാഗമായി കലാസൃഷ്ടികൾ അവതരിപ്പിച്ചു. Binoy is really making a great effort. He is himself an artist. He is a practicing artist. And somebody like that doing this kind of a venture really realizes the nuances that an artist requires for making art and the right kind of atmosphere. And we are so happy, we have not just the Indian artists, we have artist fellows from Korea itself. വൈവിധ്യമാർന്ന കലാപ്രവർത്തനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ധാരണ വളർത്തുന്നതിനും കലയുടെ പരിവർത്തന ശക്തിയെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ശ്രമമാണ് ഈ പദ്ധതിയെന്ന് KKLM ഫൗണ്ടേഷൻ ഡയറക്ടർ ബിനോയ് വർഗീസ് പറഞ്ഞു. ആർട്ടിസ്റ്റുകളെല്ലാം വർക്ക് ചെയ്യുന്ന അവരുടെ പ്രൈവറ്റ് സ്റ്റുഡിയോയിലാണ്. അത് അടച്ചിട്ടിരിക്കും. അത് ആരുമായിട്ട് ബന്ധമുണ്ടാവില്ല. എല്ലാം വളരെ അവരുടെ സ്വകാര്യമായ ഒരു പ്രാക്ടീസാണത്. പക്ഷേ ആർട്ട് വർക്ക്ഷോപ്പ് വരുമ്പം ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചോ ഒരു നാഷണൽ എക്സ്ചേഞ്ചോ വരുമ്പം അവരെല്ലാവരും പബ്ലിക്കലി വന്ന് ഒന്ന് വർക്ക് ചെയ്യും. അവർക്ക് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് ആർക്ക് വേണമെങ്കിലും വന്ന് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. പരിപാടിയുടെ ഭാഗമായ കലാകാരന്മാർ മാള, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ എന്നിവിടങ്ങളിലെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പൗരാണിക ഇടങ്ങൾ സന്ദർശിക്കും. കൂടാതെ കഥകളി, ഭരതനാട്യം തുടങ്ങിയ പരമ്പരാഗത ഇന്ത്യൻ കലാരൂപങ്ങൾ ആസ്വദിക്കുകയും കേരളത്തിൻ്റെ തനത് കലകളെ അടുത്തറിയുകയും ചെയ്യും. ഏഷ്യയിലുടനീളം കലാപരമായ ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുന്ന പരിപാടിയായ മ്യൂസിയം ഓഫ് ആർട്ട് വൂമയുടെ ഏഷ്യ ആക്സിസ് പ്രൊജക്റ്റുമായി സഹകരിച്ചാണ് പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.